കേരളത്തിലെ ഓണവിപണിയെ സജീവമാക്കുന്നതിനും ജനങ്ങൾക്ക് വിലക്കയറ്റത്തിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിനുമായി സർക്കാർ തലത്തിലും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലും വളരെ വിപുലമായ ആസൂത്രണങ്ങളും ക്രമീകരണങ്ങളുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ വിപണി അനുഭവങ്ങളും സാധാരണ ജനങ്ങൾക്ക് ഓണക്കാലത്ത് നേരിട്ട പ്രതിസന്ധികളും കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഇക്കുറി പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. വിപണിയിൽ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ഉണ്ടാകാതിരിക്കാനും പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ആവശ്യ വസ്തുക്കൾ ലഭ്യമാക്കാനും അത് ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രാഥമികമായ അന്വേഷണങ്ങളും സജീവമായ തയ്യാറെടുപ്പുകളും UDF സർക്കാർ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഓണവിപണിക്ക് സംഭവിച്ച പാളിച്ചകൾ എന്തെല്ലാമാണെന്നും സാധാരണ മനുഷ്യർ ഓണം ആഘോഷിക്കാൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്നും നേരിട്ട് മനസ്സിലാക്കാൻ തൊഴിലാളികളോടും സ്ഥാപന നടത്തിപ്പുകാരോടും സപ്ലൈകോ ഉദ്യോഗസ്ഥരോടും മുൻ ഭക്ഷ്യമന്ത്രിമാരോടും വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഇക്കുറി മുൻകാല അപാകതകൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായൊരു പദ്ധതിയോടെയാണ് UDF സർക്കാർ മുന്നോട്ട് പോയത്. മന്ത്രിസഭാ രൂപീകരണം നടന്ന ഉടൻ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും ആവശ്യമായ തുക പൂർണ്ണമായി അനുവദിക്കുകയും ചെയ്യുകയും ഉണ്ടായി. മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും നേരിട്ട് വിപണിയിലെ പ്രവർത്തനങ്ങളും വിലയിരുത്തലുകളും നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് വിപണിയുടെ വിജയത്തിന് വലിയ ആക്കം കൂട്ടിയിട്ടുണ്ട്. ആലോചിക്കണം, ഏതാണ്ട് 300 കോടി രൂപയുടെ വിറ്റ് വരവിത സപ്ലൈകോയിലൂടെ മാത്രം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓണ സമയത്ത് പല സപ്ലൈകോകളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്നതും പല റാക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നതും ഇവിടെ സാധനങ്ങളില്ല എന്നുള്ള ബോർഡുകൾ വരെ നമ്മൾ കണ്ടതാണ്. അത് വലിയ വാർത്തയായതുമാണ്. ആ സ്ഥാനത്താണ് ഇപ്പോഴിതാ ഒരു വർഷം പിന്നിടുമ്പോൾ എല്ലാ സപ്ലൈകോയിലും സാധനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ 300 കോടി രൂപയുടെ വിറ്റ് വരവിത ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന 13 അവശ്യ വസ്തുക്കൾ യാതൊരുവിധ ദൗർബല്യവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സബ്സിഡിക്ക് അർഹതപ്പെട്ടവർ അത് വാങ്ങാനെത്തുമ്പോൾ സ്റ്റോക്ക് ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ മുൻകൂട്ടി തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും സബ്സിഡി ഇനങ്ങൾ ലഭിക്കുന്നതിലൂടെ ആളുകൾ മറ്റുൽപ്പന്നങ്ങളും കടകളിൽ നിന്നും വാങ്ങാൻ തയ്യാറാവുകയും അങ്ങനെ സപ്ലൈകോ സ്റ്റോറുകൾ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും പൊതുവിപണിയെ പൂർണ്ണമായും സജീവമാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നും ഇത് VD സജീഷൻ വിലയിരുത്തിയിരുന്നു. അത് കൃത്യമായി നടക്കുകയും ചെയ്തിരിക്കുന്നു. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓണവിപണിയുടെ വിറ്റുവരവ് കോടികൾ കവിഞ്ഞിരിക്കുകയാണ്. ഇതിൽ 1/3 സബ്സിഡി വിൽപ്പനയാണെങ്കിൽ 2/3 ഭാഗവും ഒറിജിനൽ വില നൽകി ജനങ്ങൾ നേരിട്ട് വാങ്ങിയവയാണ്. ഓണം ആഘോഷിക്കുമ്പോൾ മനുഷ്യർക്ക് ആവശ്യമായ 13 വസ്തുക്കൾ 40% വരെ വിലക്കുറവാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പല സാധനങ്ങൾക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ വിലയാണ് വിപണി അനുഭവപ്പെടുന്നത്. സപ്ലൈകോകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിപണി സജീവമാക്കാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വിപുലമായ രീതിയിൽ ഒരുക്കി കൊടുത്തിട്ടുമുണ്ട്. ഓണ വിപണി സജീവമാണെങ്കിലും സാധാരണക്കാരെ മനുഷ്യരുടെ കയ്യിൽ പണം എത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള സകല കുടിശ്ശികളും പ്രവാസി പെൻഷനുകളും ക്ഷേമ പെൻഷനുകളും കൃത്യസമയത്ത് വിതരണം ചെയ്ത് ആളുകളുടെ കയ്യിൽ പണം എത്തിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് VD സജീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഏതാണ്ട് യാഥാർത്ഥ്യമാണ്. കനത്ത മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ തെരുവുകളിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹോട്ടലുകളും തുണിക്കടകളും സ്വർണ്ണക്കടകളും പൂക്കടകളുമൊക്കെ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാ വിപണിയിലും അത് ആളോട് തിരക്കുകളുടെ ബഹളം തന്നെയാണ്. സാധാരണയായി ഉത്രടപ്പാച്ചിലാണ് ജനം തിരക്കോടെ തെരുവിലേക്ക് ഇറങ്ങാറുള്ളതെങ്കിൽ ഇക്കുറി അതിനു മുമ്പത്തെ ഞായറാഴ്ച മുതൽ തന്നെ നടക്കാൻ പോലും കഴിയാത്തത്ര വലിയ ജനത്തിരക്കാണ് വിപണിയിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ റോഡുകളിൽ ഒരു രക്ഷയുമില്ലാത്തത്ര ബ്ലോക്കുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിൽപ്പന വർദ്ധിപ്പിച്ച് അതുവഴി നികുതി വരുമാനം കൂട്ടുക, ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സുലഭമായി വിപണിയെ സജീവമാക്കുക എന്നതായിരുന്നു ഈ VD സജീഷൻ സർക്കാരിൻ്റെ പ്രധാന നയം. ആ നയം തികഞ്ഞ വിജയം കണ്ടിരിക്കുകയാണ്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശോജ്വലമായ ഓണവിപണിയായി ഈ വർഷം മാറിയിരിക്കുക കൂടിയാണ്. സാധാരണ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കടകളിൽ ചെന്നാൽ ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടുന്ന സാഹചര്യമുണ്ട്. സപ്ലൈകോ സെൻ്ററുകളിലേക്ക് പോകാത്ത മറ്റ് ജനവിഭാഗങ്ങളും വിപണിയുടെ ഈ മാറ്റത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിപണിയിൽ ആവശ്യത്തിന് ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുക കൂടിയാണ്. ഇതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണം ആനുകൂല്യമായി തന്നെ വലിയ തുകയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് പെൻഷൻകാർക്ക് ഓണം അലവൻസും ജീവനക്കാർക്ക് ശമ്പളവും പ്രത്യേക ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുന്നത്. സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉത്സവപ്പടിയും ലഭ്യമാക്കിയിട്ടുമുണ്ട്. അർഹരായവർക്ക് ബോണസും ലഭ്യമാക്കുന്നുണ്ട്. പെൻഷൻകാർക്ക് കൃത്യമായ മാസപ്പടി അല്ലെങ്കിൽ ഉത്സവപ്പടി അനുവദിച്ചതും വർഷങ്ങൾക്ക് ശേഷം കൂടിയാണ്. താൽക്കാലിക ജീവനക്കാർക്കും പ്രത്യേക അലവൻസുകൾ നൽകിയിട്ടുമുണ്ട്. ഈ രീതിയിൽ സമസ്ത മേഖലകളിലും ഈ കാലയളവിൽ വലിയ മാറ്റങ്ങളും ആശ്വാസങ്ങളും എത്തിക്കാൻ
വി.ഡി. സതീശൻ സർക്കാരിന് അല്ലെങ്കിൽ വി.ഡി. സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാരിന് കഴിഞ്ഞിട്ടുമുണ്ട്. ജീവനക്കാരുടെ ഇടയിലും പൊതുജനങ്ങൾക്കിടയിലും സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതികൾ, ജനക്ഷേമ നടപടികളെല്ലാം വലിയ സ്വീകാര്യതയാണ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ KSRTC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിട്ട പ്രതിസന്ധികളെയും നഷ്ടക്കണക്കുകളെയും എല്ലാം മറികടന്നുകൊണ്ട് പുതിയ സർവീസുകളും ആനുകൂല്യങ്ങളും കൊണ്ടുവന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. പുതിയ ബസ്സുകളുടെ ലഭ്യതക്കുറവ് പോലെയുള്ള പ്രതിസന്ധികൾക്ക് ഘട്ടം ഘട്ടമായി പരിഹാരം കണ്ടുകൊണ്ട് സ്ഥാപനത്തെ, അതായത് KSRTCയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. ഉത്സവകാലത്ത് ലഭിക്കുന്ന അഡ്വാൻസ് തുകയും മറ്റ് ആനുകൂല്യങ്ങളും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നേരത്തെ ലഭ്യമാക്കാൻ സാധിച്ചത് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ സഹായവുമായിട്ടുണ്ട്. അരിയുടെയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പൊതുവിപണിയിൽ നടത്തിയ ഇടപെടലുകൾ പൂർണ്ണമായും ഫലം കണ്ടിട്ടുമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഓണച്ചന്തകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകൾ ഓണത്തിൻ്റെ തലേന്ന് വരെ രാവിലെ മുതൽ രാത്രി വരെ കൃത്യമായാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പച്ചക്കറി മറ്റ് പലവ്യഞ്ജനങ്ങളും പൊതുവിപണിയേക്കാൾ 40% വരെ വിലക്കുറവിലാണ് ലഭ്യമാകുന്നത്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അവിടെ ജനങ്ങൾക്ക് റേഷൻ കാർഡ് കരുതേണ്ടത് കൂടിയുണ്ട്. അവിടെ അതായത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കണമെങ്കിൽ പകരമായ റേഷൻ കാർഡ് കൂടി കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതുകൂടാതെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകളും എല്ലാ പഞ്ചായത്തുകളും സജ്ജീകരിച്ചിട്ടുമുണ്ട്. പഞ്ചായത്ത് ഓഫീസുകൾക്ക് സമീപവും പ്രധാന ടൗണുകളിലുമാണ് കുടുംബശ്രീ ചന്തകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കുടുംബശ്രീ പച്ചക്കറി ഉൽപ്പാദക സംഘങ്ങളും പ്രാദേശിക കർഷകരും ഹോർട്ടികോർപ്പുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണനിലവാരമുള്ള പച്ചക്കറികളാണ് ഇവിടെ പ്രധാനമായി വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ ഓണച്ചന്തകളും കൃഷിഭവനുകളോട് ചേർന്നും പ്രധാന ടൗണുകളും ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവിടെയും 30% വരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുമുണ്ട്. പൊതുവിപണികളിൽ വലിയ തോതിൽ ഡിമാൻഡുകളുള്ള ഏത്തക്കൊലകളും മറ്റ് നാടൻ പച്ചക്കറികളും ഇവിടെ കൃഷി വകുപ്പ് ചന്തകൾ വഴി ലഭ്യമാക്കിയിട്ടുമുണ്ട്. കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകൾ ഓണം വരെ രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രവർത്തിക്കുന്നുമുണ്ട്. 13 നിത്യോപയോഗ സാധനങ്ങൾ 50% വിലക്കുറവിലാണ് കൺസ്യൂമർ ഫെഡ് ചന്തകൾ വഴി നൽകുകയും ചെയ്യുന്നത്. ഇതിനും റേഷൻ കാർഡുമായി എത്തേണ്ടതുണ്ട്. ജില്ലാതല ഓണച്ചന്തകളും എല്ലാ സഹകരണ ബാങ്കുകളോടും ചേർന്ന് പ്രത്യേക ഓണച്ചന്തകളും ത്രിവേണി മാർക്കറ്റുകളും ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. മഞ്ഞക്കാർഡുള്ള AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണവും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അർഹരായ മുഴുവൻ ആളുകളും നിശ്ചിത തീയതിക്ക് മുമ്പ് സൗജന്യ ഓണക്കിറ്റുകൾ കൈപ്പറ്റേണ്ടത് കൂടിയുണ്ട്. ചുരുക്കത്തിൽ വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സാധാരണക്കാർക്ക് സാമ്പത്തികമായ ആശ്വാസം നൽകുന്നതിനും ആവശ്യമായ എല്ലാ മുൻകരുതലുകളും വിപണികളിലെ ഇടപെടലുകളും UDF സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ചേർന്ന് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ജനങ്ങൾക്ക് ആശങ്കകളില്ലാതെ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വിപണി പൂർണ്ണ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം അതൊരു പൊളി ഓണമെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല ഇത്തവണത്തെ ഓണം പൂക്കി തൂക്കി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു.